ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരാ കുഞ്ഞിനെ ദത്തെടുത്തെന്നറിയാവോ? അത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഏതൊരു സ്ത്രീയാണെന്നാ അന്നാ സ്വാമിജി ഫോൺ വിളിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞത്. പിന്നീട് ഇത്രയും കാലത്തിനിടയില് ഒരിക്കൽ പോലും നിങ്ങൾ ആ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ലേ? ഇല്ല സാറേ, കഷ്ടപ്പെട്ട് മുന്നോട്ട് ജീവിതം തള്ളി നിൽക്കുന്നതിനിടയിൽ അതൊന്നും ഓർക്കാൻ പറ്റിയില്ല. പിന്നെ ആ കുഞ്ഞിനെ അന്വേഷിച്ച് ആരെങ്കിലും വരുമെന്ന് ഞങ്ങളും വിചാരിച്ചില്ല. അല്ല സാറേ, ഇപ്പം നിങ്ങൾ ആ കുഞ്ഞിനെ അന്വേഷിച്ച് വരാൻ എന്താ കാരണം? ആ കുഞ്ഞുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? ഞങ്ങൾക്ക് അങ്ങനെ ആ കുഞ്ഞുമായിട്ട് ബന്ധമൊന്നുമില്ല. നിങ്ങളുടെ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും കുഞ്ഞാണോ? വെറുതെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാ. അല്ല, പിന്നെ എന്തിനാ നിങ്ങൾ ആ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചു വന്നത്? ഞങ്ങള് വേറൊരു കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. അതിനിടയിലാ ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയത്. അതുകൊണ്ടാ നിങ്ങളെ കാണാനായിട്ട് വന്നത്. സത്യം പറ സാറേ, ആ കുഞ്ഞിന്റെ അമ്മയെ നിങ്ങൾക്കറിയാമോ? അവളിപ്പോ വളർന്ന് വലുതായി കാണും. ആ കുഞ്ഞിപ്പോ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ സാറേ? നിങ്ങൾക്ക് അവളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല, ഞങ്ങളൊരു സന്നദ്ധ സംഘടനയിലുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാ. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ സാർ. എന്തു കുഴപ്പം? നിങ്ങൾ ആ കുഞ്ഞിനെ സുരക്ഷിതമായൊരു സ്ഥലത്ത് ഏൽപ്പിച്ചു. നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അവളിപ്പോ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. മധുര മീനാക്ഷിയുടെ അനുഗ്രഹമുള്ള കുഞ്ഞിനെ പോലെയാ ആ കുഞ്ഞിനെ കിട്ടിയപ്പോ എനിക്ക് തോന്നിയത്. മറ്റാരുടെയോ മുതല് കൈവശം വയ്ക്കുന്ന പോലെ. പിന്നെ കേസും കൂട്ടും വരുമെന്ന് ആളുകൾ ഭീഷണിപ്പെടുത്തിയപ്പോഴാ ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ ഞങ്ങൾ അവളെ ആർക്കും കൊടുക്കില്ലായിരുന്നു. ശരി മുരുക, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. സാറേ, നിങ്ങളുടെ അന്വേഷണത്തിൽ എപ്പോഴെങ്കിലും അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ ഒന്ന് അറിയിക്കണേ. ദൂരെ നിന്നാണെങ്കിലും അവളെ ഒന്ന് കാണാനാ. തീർച്ചയായും. അപ്പോ ശരി, കാണാം. ശരി.